ഫ്രണ്ട്സ്, നമ്മുടെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന IIT പാലക്കാടിൻ്റെ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ദെൻ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് വൈസ് വേക്കൻസീസ് അല്ലെങ്കിൽ വിവിധ ഡിസിപ്ലിൻ വൈസ് വേക്കൻസി ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്, ദെൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ വിളിച്ചിട്ടുണ്ട്, പിന്നെ ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടന്റ് കെമിസ്ട്രി, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇന്നോവേഷൻ ലാബ്, ദെൻ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ സൂപ്രണ്ടന്റ് ജനറൽ വിളിച്ചിട്ടുണ്ട്, ദെൻ സിസ്റ്റം, പിന്നെ നിങ്ങൾക്ക് ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ജൂനിയർ ടെക്നീഷ്യൻ ഫിസിക്സ്, ജൂനിയർ ടെക്നീഷ്യൻ സിവിൽ എഞ്ചിനീയറിംഗ്, ജൂനിയർ അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള ഏകദേശം 14 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ജസ്റ്റ് ഞാൻ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ തരാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും നമ്മൾ ഇതിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് അഡ്വർടൈസ്മെൻറ്റ് നമ്പറോടെ കാണാൻ പറ്റും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പോസ്റ്റ് കോഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 24,214 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജൂനിയർ അസിസ്റ്റൻറ്റ്, ഇത് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. 27 ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC ആണെങ്കിൽ അവർക്ക് എന്താണ് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നത് ജനറൽ 3, OBC 1, SC 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ലിമിറ്റഡ് ആയുള്ള വേക്കൻസിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് PSC ഒന്നും പോലെ ഒരുപാട് അപേക്ഷ ഒന്നും ഇതിലേക്ക് വരാനും സാധ്യതയില്ല. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, കാരണം എക്സ്പീരിയൻസും ഒക്കെ പല പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും. പിന്നെ ഈ നിങ്ങൾ എക്സ്പീരിയൻസ് എന്ന് കേട്ട് ഇതിനൊന്നും എക്സ്പീരിയൻസ് ഉണ്ട്, ഈ പോസ്റ്റിന് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസും കേട്ട് സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം ഇതിലേക്കൊക്കെ എത്ര എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനിയും ഇതുപോലെ എന്താണ് നോട്ടിഫിക്കേഷൻ പാലക്കാട് IITയും അങ്ങനെ വിവിധ നമ്മുടെ IITകളൊക്കെ വിളിക്കും. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചാലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അപേക്ഷകരുടെ എണ്ണം കുറയും. ഈ അപേക്ഷകരുടെ എണ്ണം കുറയുമ്പോൾ നിങ്ങൾക്ക് ആ മാർക്കിൻ്റെ കട്ട് ഓഫും അതുപോലെ അതിൻ്റെ കോമ്പറ്റീഷനൊക്കെ കുറയും. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കരുത്, എങ്ങനെയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയുള്ള വേക്കൻസി മാത്രമാണ്. വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട, മാക്സിമം അപ്ലൈ ചെയ്യാം കേട്ടോ. കുറഞ്ഞ ഫീയേ ഉള്ളൂ. പിന്നെ വിമൻ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, SC ST ഒക്കെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബിരുദം ഉണ്ടായിരിക്കുക. 60% മാർക്കോട് കൂടി നിങ്ങൾക്ക് ഒരു ബിരുദം ഉണ്ടായിരിക്കുക, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും കുഴപ്പമില്ല, 60% മാർക്ക് വേണമെന്നുള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ഉണ്ട്. ജസ്റ്റ് ഒരു ബിരുദം ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് സി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലെവൽ 3 ആണ്. 21,700 മുതൽ 69,100 വരെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല സാലറിയും മറ്റു ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് സെലക്ഷൻ മോഡ് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയും കേട്ടോ. ദെൻ അടുത്തത് വരുന്നത് നമുക്ക് പോസ്റ്റ് കോഡ് വരുന്നത് നിങ്ങൾക്ക് കാണാം 24,211, അതുപോലെ തന്നെ 24,21,2, അതുപോലെ 24,21,3 ഇങ്ങനെയാണ് 3 കാറ്റഗറിയിലാണ്. ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതും ഗ്രൂപ്പ് സി ആണ്. ഇതിലേക്കും 27 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. BE ഓർ BTech അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് BSc ഒക്കെ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 60% മാർക്ക് മതി. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, ഈ പറയുന്ന പോസ്റ്റിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പം ജൂനിയർ ടെക്നീഷ്യനാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്ന് വെച്ചാൽ ഇത് ഡിസിപ്ലിൻ വൈസ് ആയിട്ടാണ്. അതായത് വിവിധ കാറ്റഗറി മെക്കാനിക്കൽ ഉണ്ട്, പിന്നെ ഇതിൽ ഫിസിക്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഓരോന്നും പറയാം. ഓക്കെ, അപ്പോൾ ജൂനിയർ ടെക്നീഷ്യനിൽ തന്നെ വിവിധ കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക്, 10ാം ക്ലാസ് പ്ലസ് ITI 2 വർഷം ഡ്യൂറേഷനുള്ള ITI ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണം, ITI കഴിഞ്ഞവരാണെങ്കിൽ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന BE ഓർ BTech അല്ലെങ്കിൽ ഡിപ്ലോമ, ഈ പറഞ്ഞിരിക്കുന്ന ബാച്ചിലർ ഓഫ് സയൻസ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഡിസിപ്ലിൻ വൈസ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BE ഓർ BTechോ അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമയോ 60% പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസിയാണ് കേട്ടോ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ളത് ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി അതല്ല നിങ്ങൾ എന്താണ് 10ാം ക്ലാസ്സും ITIയും 60% മാർക്ക് ഈ പറയുന്ന മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട ട്രേഡിൽ നിങ്ങൾ ITIയും അതുപോലെ 10ാം ക്ലാസ്സും കഴിഞ്ഞവരാണെങ്കിൽ ജസ്റ്റ് 10ാം ക്ലാസ് പ്ലസ് ITIയിൽ 60% മാർക്ക് വേണേ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ITI കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എന്നാൽ ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ BE or BTech അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ 60% മാർക്ക് കൂടി പാസ്സായവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് അടുത്ത പോസ്റ്റ് കോഡ് 24, 21, 2 വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫിസിക്സ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് BSc ഫിസിക്സ് 60% മാർക്കോടുകൂടി പാസ്സായവർക്ക് ജനറൽ ഒരു വേക്കൻസിയും OBCക്ക് ഒരു വേക്കൻസിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ജനറൽ വേക്കൻസിയിലേക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, ജസ്റ്റ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഈ BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് 60% മാർക്ക് മതി കേട്ടോ. അടുത്തത് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലേക്ക് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ BE or BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ 60% മാർക്കോട് പാസ്സാണെങ്കിൽ ഇതിലേക്കും എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇതിൽ ജനറൽ ഒരു വേക്കൻസിയാണ്. ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനറൽ വേക്കൻസി നിങ്ങൾ എവിടെ കണ്ടോ അതിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ SC ST OBC ഏത് എന്താണ് EWS ഏത് കാറ്റഗറിയിലവരാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വേക്കൻസി ആണെന്ന് വിചാരിച്ച് നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലേക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടൊന്നും അപേക്ഷ വരാൻ സാധ്യതയില്ല. ഓക്കെ, കാരണം ഇങ്ങനെയുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഇതേ സെയിം സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ സിവിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ITI 2 വർഷത്തെ ഡ്യൂറേഷനുള്ള ITIയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 60% മാർക്ക് ITIയിൽ വേണം. 10ാം ക്ലാസ്സും പാസ്സായിരിക്കണം കേട്ടോ. ആ രീതിയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ITI വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഈ പറയുന്ന ജൂനിയർ ടെക്നീഷ്യൻ 3 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ ഒന്ന് നമ്മുടെ ഫിസിക്സ്, ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ 3 കാറ്റഗറിയാണ്. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടോ. അപ്പോൾ ഇതിലേക്കും ഏജ് ലിമിറ്റ് 27 ആണ്. SC ST ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് 32 വയസ്സിൽ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30 വയസ്സിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് കോഡ് ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടന്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സിസ്റ്റമാണ്. ഇതിൽ ഗ്രൂപ്പ് B പോസ്റ്റാണ് കേട്ടോ. ഇതിൽ 35 ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ജനറൽ വേക്കൻസി മാത്രമാണ്, ഒരു വേക്കൻസി ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ഏത് കാറ്റഗറിയിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് BE or BTech അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആണോ, ഒന്നെങ്കിൽ BE or BTech അല്ലെങ്കിൽ MSc, അത് ഈ പറഞ്ഞിരിക്കുന്ന CSC അല്ലെങ്കിൽ ECE അല്ലെങ്കിൽ IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നമുക്ക് BE or BTech അല്ലെങ്കിൽ MSc ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ BE or BTech അല്ലെങ്കിൽ MSc കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ വേണം, 60% മാർക്ക് വേണം. ഇനി നിങ്ങൾക്ക് MCA കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേ ലെവലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് നമുക്ക് ജൂനിയർ സൂപ്രണ്ടന്റ് ഗ്രൂപ്പ് B ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. 60% മാർക്കോടുകൂടിയുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇതുമായി ഫീൽഡുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബിരുദം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും PG ഉണ്ടെങ്കിൽ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി, 55% മാർക്കും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദെൻ ഇതിൻ്റെ പേ ലെവൽ നിങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ 2 വേക്കൻസി, OBC 2, EWS 2, SC 1, ST 1 ഇങ്ങനെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 60% മാർക്കോട് ബാച്ചിലേഴ്സ് ഡിഗ്രി, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 4 വർഷം എക്സ്പീരിയൻസ് വേണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫീൽഡുമായിട്ട് ജൂനിയർ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ അടുത്ത് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 55% മാർക്ക് വേണം. അതുപോലെ തന്നെ 2 ഇയർ എന്താണ് എക്സ്പീരിയൻസ് വേണം കേട്ടോ. PG കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ദെൻ ഇനി അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റ് കോഡ് കാണാം. 24, 204 മുതൽ 208 വരെ ഉണ്ട്. ഓക്കെ, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻ്റ് ആണ്. ഇത് വിവിധ ഡിസിപ്ലിനിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന MCA അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ BE or BTech ഒക്കെ 60% റിലവൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനിൽ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4 വർഷം എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഈ പറയുന്ന BScയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ, അതായത് റെലവൻറ്റ് ഡിസിപ്ലിൻ ഞാൻ പറയും 60% മാർക്ക് കൂടി പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ പറയാം. ഇപ്പോൾ കെമിസ്ട്രി ആണ്. ഇപ്പോൾ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് 24, 204 എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിലുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ 2 വർഷത്തെ എക്സ്പീരിയൻസും 60% മാർക്കോടുകൂടി MSc കെമിസ്ട്രിയും പാസ്സാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൽ OBCക്ക് ഒരു വേക്കൻസി, EWSൻ്റെ ഒരു വേക്കൻസി അങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, പക്ഷേ അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. MSc കെമിസ്ട്രി
കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അതാണ് വ്യത്യാസം കേട്ടോ. ഇനി അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതായി പറയുന്ന പോസ്റ്റ് കോഡ് ഇവിടെ നോക്കണേ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BEO അല്ലെങ്കിൽ ബിടെക്കോ 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇതിലേക്ക് ജനറൽ 2, SC 1, ST 1 അങ്ങനെ വേക്കൻസി വന്നിരിക്കുന്നത്. ദെൻ എന്നാൽ ഈ പറയുന്ന 4 വർഷം എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, 60% മാർക്കും വേണം. ഇനി അടുത്തത് ഇന്നോവേഷൻ ലാബ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ BE ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്കും വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അതേ സെയിം എന്താണ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, അതായത് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോട് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ അതിൽ ജനറൽ ഒരു വേക്കൻസിയും SC ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വിവിധ ഡിസിപ്ലിനാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സിവിലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ BE ബിടെക് 60% മാർക്കോട് പാസ്സാവണം. അത് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇനി നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോട് ഡിപ്ലോമ പാസ്സായവരാണെങ്കിൽ അവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ജനറൽ 1, EWS 1 അങ്ങനെയാണ് വേക്കൻസി. ഇതിനടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ആ ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന BE ബിടെക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ MSc കമ്പ്യൂട്ടർ സയൻസോ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഇനി MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ BE ബിടെക് കമ്പ്യൂട്ടർ സയൻസോ അതല്ല MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ. ഈ MCA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് വേണം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. OBC 1, SC 1, ST 1 ആണ് ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇനി BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഈ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അലൈഡ് ബ്രാഞ്ചസ് ഒക്കെ നിങ്ങൾ ഈ പറയുന്ന BScയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് വേണം. അതിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ സിവിലാണ്, ഗ്രൂപ്പ് B ആണ്, 35 ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതിലേക്ക് ജനറൽ ഒരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി എന്താണ് 60% മാർക്കോട് 3 ഇയർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് പോസ്റ്റ് കോഡ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ്. ഇതിൽ ഗ്രൂപ്പ് B ആണ്. ഇത് 35 ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൽ OBCക്ക് ഒരു വേക്കൻസി ഉണ്ട്, പിന്നെ ജനറൽ വേക്കൻസി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോട് ബാച്ചിലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. ഇതിനകത്ത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ഇതിൽ നമുക്ക് എന്താണ് ME or MTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് മതി, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ജനറൽ ഒരു വേക്കൻസി മാത്രമാണ് അതിലുള്ളത്. അതുപോലെ BE or ബിടെക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 55% മാർക്ക് മതി, പക്ഷേ 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത്രയാണ് വേക്കൻസി നോട്ടിഫിക്കേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി 7 മുതൽ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മാർച്ച് 8. അപ്പോൾ ഏജും മറ്റേ എലിജിബിലിറ്റി എക്സ്പീരിയൻസ് എല്ലാം കണക്കാക്കുന്നത് മാർച്ച് 8 ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അപേക്ഷാ ഫീസ് ഉണ്ട്. 200 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഓക്കെ, ഓൺലൈനായിട്ടാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എന്നാൽ SC ST അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സ് അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. then SC STക്ക് ഫീ വേണ്ട, പിന്നെ എന്ത് വേണ്ട, PWBD കാൻഡിഡേറ്റ്സിനും ഫീ വേണ്ട കേട്ടോ. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കാണുന്നതിനെ കുറിച്ച് ധാരണ ലഭിക്കും. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ താഴെ നിങ്ങളുടെ എന്ത് ചെയ്യുക, ക്വാളിഫിക്കേഷനൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ ഹോം പേജാണ് ഇങ്ങനെയാണ് ഉണ്ടാകുക കേട്ടോ. ഈ ഹോം പേജിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഹോം പേജിൻ്റെ ലിങ്കാണ് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കറണ്ട് ഓപ്പണിംഗ് കാണാൻ പറ്റും. ഓക്കെ, ഈ കറണ്ട് ഓപ്പണിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എല്ലാ വേക്കൻസിയും അതിൻ്റെ കറക്റ്റ് ഓരോന്നിൻ്റെ നേരെ നിങ്ങൾക്കിവിടെ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജാണ് വരിക കേട്ടോ. അപ്പോൾ ആ ലോഗിൻ ചെയ്യാനുള്ള പേജിൻ്റെ അടിയിൽ ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ കാണാം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഭാഗം കാണാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, എന്നിട്ട് ഒരു യൂസർ നെയിം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ക്യാപ്ച കോഡ് അടിക്കുക, എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം.
ഇപ്പോൾ ഞാൻ മെയിൽ ഐ ഡി കൊടുത്തു, ഒരു യൂസർ നെയിം കൂടെ കൊടുത്തു. നമുക്കൊരു ഇത് ലോഗിൻ ചെയ്യാനുള്ള ഒരു യൂസർ നെയിം ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കുക. ക്യാപ്ചർ അടിച്ചു, ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എ വെൽക്കം മെസ്സേജ് വിത്ത് ഫർദർ ഇൻസ്ട്രക്ഷൻ ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ വെൽക്കം മെസ്സേജും പിന്നെ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ മെയിലും ചെക്ക് ചെയ്യുക നമ്മൾ. അപ്പോൾ നമ്മുടെ മെയിൽ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്, നമ്മുടെ മെയിലിലേക്ക് അത് വന്നിട്ടില്ല. അപ്പം ഞാൻ മെയിൽ മാറ്റി കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ വല്ലാതെ യൂസ് ചെയ്യാത്തൊരു മെയിലാണ്, ഞാൻ അതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് മുൻപത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താങ്ക് യു ഫോർ രജിസ്റ്ററിങ് അറ്റ് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. IIT പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലിങ്ക് കാണാം. ഈ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ ഇങ്ങനെ ഒരു സെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ലോഗിൻ എന്നുള്ളൊരു ഭാഗം കാണാം നിങ്ങൾക്ക്. ആ ലോഗിൻ എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിതാ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക. ഓക്കെ, ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഇവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങളൊരു പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാസ്വേഡ് കൊടുക്കുക, നമ്പറും ലെറ്ററൊക്കെ വെച്ചൊരു പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അതിന് സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, ഇതിൽ ലോഗിൻ ആവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ നേരെയുള്ള അപ്ലൈ എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് കറണ്ട് ഓപ്പണിംഗ്, ഇനി നേരെ ആ പേജിലേക്ക് വന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഓപ്പണിംഗ് ആക്കുക. എന്ന് നമ്മളിതിൽ സൈൻ ഇൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതത് ഏതാണ് പോസ്റ്റ് എന്ന് ചിലപ്പോൾ ഞാനിപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിന് നേരെയുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ ആണെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യും, ഇതിൽ ലോഗിനായിട്ട് കാണിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ലോഗിൻ ചെയ്യാൻ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കും. അതിനുശേഷം അത് ക്യാപ്ച കോഡ് എടുത്ത് ഞാൻ ലോഗിൻ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അവിടെ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തോ. ഞാനിവിടെ ലോഗിൻ എന്ന് കൊടുക്കണേ. ലോഗിൻ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്ത് കാണിച്ചാണ്. നിങ്ങൾ എന്താണ് ലിങ്ക് വഴി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മെയിൽ വരുന്ന ആ ലിങ്ക് വഴി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ആ ഒരു ലോഗിനിലേക്ക് തന്നെ പോകും. ഓക്കെ, ഇനി ലോഗിൻ ഔട്ട് ആയാലും നിങ്ങൾക്ക് എന്ത് ഇതുപോലെ ലോഗിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ലോഗിൻ ചെയ്തപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ജൂനിയർ അസിസ്റ്റൻ്റ് അതിൽ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ഫോമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താം. തന്നെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മുൻപൊരു ഡെമോ കാണിച്ചിരുന്നു. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഇടാം കേട്ടോ. ഓക്കെ, ഇതാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പാലക്കാട് IIT സ്ഥിരമില്ല. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സേവ് നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഇതിന്ന് ലോഗിൻ ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിശ്ചയമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതാവും. നമുക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ എല്ലാ ലിങ്കുകളും ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ജൂനിയർ ടെലഗ്രാം ഗ്രൂപ്പ്, അവർ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഇൻസ്റ്റയുടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും. ഇത് നമ്മളോട് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ മെസ്സേജ് ചോദിച്ചാൽ നമുക്ക് വാട്സപ്പ് നമ്പറൊക്കെ തരാൻ പറ്റും. അതിലൂടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നമ്മൾ ചെയ്തു തരും. ഓക്കെ, നിശ്ചയമായ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ കൂടുതലായി ഷെയർ ചെയ്യട്ടോ. താങ്ക് യു.